ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനും പറഞ്ഞിരുന്നതാ. പക്ഷെ എണീറ്റ് വന്നപ്പോഴത്തേക്കും നട്ടുച്ച ആയതുകൊണ്ട് നമുക്കിന്ന് ഹാഫ് ഡേ മാത്രം എടുക്കാം. അത് ഫുൾ ആയിട്ടില്ല, കുറച്ച് സ്ലൈസസ് മാത്രം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ആ തംസ് അപ്പ് ഒന്ന് പ്രസും കൂടെ ചെയ്തേക്കും കേട്ടോ. അപ്പൊ പിന്നെ തുടങ്ങിയാലോ. ഇന്ന് ആകെപ്പാടെ ഒരുമാതിരി ഇരിക്കുക, അതിന്റെ കൂട്ടത്തിൽ വിശപ്പ് വേറെ. പക്ഷെ നമുക്ക് പിന്നെ കഴിക്കാം. ആദ്യം നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ഒരാഴ്ചത്തെ കണ്ടിന്യൂസ് ഡ്യൂട്ടിക്ക് ശേഷം ഇന്ന് എനിക്കൊരു ഓഫ് കിട്ടിയ ദിവസം. അതാണെങ്കിലോ ഉറങ്ങി തീർക്കാനായിട്ട് തോന്നുന്നുമില്ല. കുറെ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ സീരീസും കണ്ട് കിടന്ന് അവസാനം എണ്ണീറ്റതാട്ടോ. ഇനിയിപ്പോ നമ്മൾ വൃത്തിയാക്കിയ സ്ഥിതിക്ക് നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടെ പോയി ഇരിക്കാം. കാരണം ആകെപ്പാടെ എന്താണെന്നറിയത്തില്ല, ഈ ഇടയായിട്ട് ഭയങ്കര ഒരുമാതിരി ഡിപ്രഷൻ ഫീല്. അതൊക്കെ വലിയ വാക്കുകളാണ്, നമ്മളങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും സാരമില്ല, നമ്മുടെ അവസ്ഥ പറഞ്ഞതാ. കാരണം പണിയെടുക്കുന്നു തിരിച്ചു വരുന്നു, പണിയെടുക്കുന്നു തിരിച്ചു വരുന്നു, കഴിക്കുന്ന പോലും ഇല്ല. ഫുഡ് കഴിക്കുന്നതൊക്കെ വളരെ കുറവാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പാണെങ്കിൽ സഹിക്കുന്നില്ല. ഞാനൊന്ന് മുഖത്തെന്തേലും ഇടാന്നൊക്കെ പറഞ്ഞ് വന്നതാ. പക്ഷെ അതിന് സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ ഞാനൊരു ബിസ്ക്കറ്റ് എടുത്താൽ കഴിച്ചു. എനിക്കാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മതി കേട്ടോ, വേഗം അലർജി ഒക്കെ പിടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ അങ്ങേറ്റ സെൻസിറ്റീവ് ആണ്. എനിക്കുണ്ടാവുന്ന പല അസുഖങ്ങൾക്കും ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്നാ ഡോക്ടേഴ്സ് ഒക്കെ പറയാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മുഖമൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ വേഗം വന്നിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ബിസ്ക്കറ്റിന്റെ 2 ബൈറ്റ് എടുത്തിട്ട് ഞാൻ നേരെ വന്നൊരു ഫേസ് ജെൽ അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും വീട്ടിലൊക്കെ ചുമ്മാ നിൽക്കുവാണെങ്കിൽ ഒരു ജെല്ലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിന്നാൽ മതി. നമ്മൾ കൂടുതൽ മേക്കപ്പ് ഒന്നും ഇടുന്നില്ലല്ലോ, ചുമ്മാ ഇവിടെ കിടന്നുറങ്ങാനല്ലേ. അങ്ങനെ അതൊക്കെ എന്നെ തേച്ച് പറ്റിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഡ്യൂട്ടി ഉള്ള ദിവസം എനിക്ക് ഒരു ഓഫ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒന്നുമില്ലല്ലോ, ഡ്യൂട്ടിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കും. സത്യം പറഞ്ഞാൽ ഒരിടത്തും ഒരു ഉറപ്പില്ലാത്ത മനസ്സായിപ്പോയി. പിന്നെ ഈ കവർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സിപ്ല കവർ എന്തായാലും നല്ല പരിചയം ഉണ്ടാവും. ഡെയിലി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോകുന്നതിന്റെ ആ പിഗ്മെന്റേഷൻ പിന്നെ ഞാൻ എന്നെ തന്നെ ഉണർത്തിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ബബ്ലുവിനെ ഞാൻ ശ്രദ്ധിച്ച് അവന്റെ വെള്ളം മാറ്റിയിട്ട് എന്തായാലും ഒരാഴ്ച. എന്നാൽ പിന്നെ നമുക്ക് ആ പണി അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. അവനെങ്കിലും ഹാപ്പി ആയിരിക്കട്ടെ. അവനാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിന്റെ കളർ മാറുമ്പോഴത്തേക്കും ഈ ആക്റ്റീവ് ആയിരിക്കുന്നത് വല്ലാതെ ഇങ്ങനെ കുറഞ്ഞു പോകട്ടോ. ഭയങ്കര ചാട്ടമായിരിക്കും വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതിന്റെ കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കില. അപ്പൊ പിന്നെ നമ്മൾ അത് എടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ സെറ്റാക്കി ഞാൻ വെള്ളം കുടിക്കാൻ എടുത്തില്ലെങ്കിലും അവന് കൃത്യമായിട്ട് ഞാൻ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ എന്റെ എന്ത് സ്ട്രെസ് ആണെങ്കിലും ഞാൻ അവനോട് വന്നിട്ടാട്ടോ തീർക്കാറ്. അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തിരിച്ചൊന്നും പറയില്ലല്ലോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ നല്ല ചെപ്പ കുറ്റി അടിച്ച് പൊട്ടിക്കും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇവനോട് ഞാൻ വന്ന് പറഞ്ഞു തീർക്കും. അവനിങ്ങനെ കുറച്ചു നേരം കേട്ടോണ്ടിരിക്കും. ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മള് വെള്ളമൊക്കെ മാറ്റി നമ്മൾ അവൻ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അവന് ഹാപ്പി, എനിക്കാണെങ്കിൽ കുറച്ച് നല്ല മൂഡും വന്നിട്ടുണ്ട്. അങ്ങനെ അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവന് കുറച്ചു നേരം നോക്കി അവനോട് കുറച്ച് പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം റൂമിൽ ഒറ്റ ഒരാളില്ല എനിക്കൊന്ന് സംസാരിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ വായടച്ച് ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമില്ല. നിങ്ങൾ കണ്ട് ഇതാണ് റൂമിന്റെ കോലം. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് പോലും എനിക്കറിയില്ല. പാവം എന്റെ സ്ട്രെസ് ഒക്കെ കേട്ട് കഴിഞ്ഞ് അവൻ സ്ട്രെസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നനഞ്ഞ് അപ്പൊ പിന്നെ കുളിച്ചു കയറാല്ലേ. ഇതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുക്കി വെക്കാന്ന് വിചാരിച്ച്. അങ്ങ് വൃത്തിയാക്കൽ പരിപാടിയൊന്നല്ല, എന്നാലും ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നതിന് നല്ലത് ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്നതല്ലേ. എനിക്കാണെങ്കിൽ വലിയ ക്ലീനിങ് പരിപാടിയൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അതിന് മാത്രം മൂടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊന്നും ഇറങ്ങത്തില്ല. എനിക്ക് തനിയെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഇഷ്ടമല്ല. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിച്ച് പാട്ടൊക്കെ വെച്ച് ഇന്നാണെങ്കിൽ പാട്ട് വെക്കാനും മറന്നുപോയി. അവസാനം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ബുക്ക് വായിക്കാൻ വിചാരിച്ചു. ഇങ്ങനെ ഒരുപാട് ഡിപ്രഷൻ കയറുന്ന സമയത്താണ് ഞാൻ ഈ ബുക്കൊക്കെ എടുത്ത് വായിക്കുന്നത്. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് നല്ല രസമാട്ടോ. അതിലൊരു പ്രത്യേക തരം സ്ലാങ്ങാ വന്നിരിക്കുന്നത്. എനിക്കിങ്ങനെ സ്ലാങ് മാറുമ്പം അതിനോടുള്ള കൗതുകം ഭയങ്കരമായിട്ട് കൂടാറുണ്ട്. അങ്ങനെ ഞാൻ ബുക്ക് വായിക്കുന്നത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പുറത്ത് തിരിച്ച് കാണിച്ചത്. പക്ഷെ ക്യാമറയിലത് തിരിഞ്ഞു വരുമെന്ന് ഞാൻ ഓർത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവളൊന്ന് റെഡി ആവുന്ന വരേക്ക് ഞാനെന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും സമയം കളഞ്ഞത് ഞാൻ. അങ്ങനെ അവളെ വിളിച്ചിട്ട് നമ്മൾ മെസ്സിൽ പോയി ചോറെടുത്തിട്ട് റൂമിൽ പോകാന്ന് വെച്ചു. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അച്ചാറും കാര്യങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ. അപ്പൊ നമ്മൾ നേരെ ചോറെടുക്കാനായിട്ട് വന്നാട്ടോ. അവിടെ വന്നപ്പോഴോ സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ കലക്കിയ സാധനം ഇതിലും ബെറ്റർ ആയിരിക്കും. ഇതിനകത്ത് എന്ത് വെള്ളത്തിന് വരെ ഒഴിക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ സാമ്പാർ എന്ന് പറഞ്ഞൊരു സാധനം തന്നായിരുന്നു, അതും എടുത്ത് പിന്നെ ഞാൻ അച്ചാറും എടുത്ത് കഴിക്കാനിരുന്നു. പക്ഷെ ചോറ് ഒരു തുള്ളി പോലും വെന്തിട്ടില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ വേവാത്ത ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിന് അസുഖമൊക്കെ വരാറുണ്ട്. എന്നാലും സാരമില്ല, കുറച്ചെങ്കിലും കഴിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ കഴിക്കുക കേട്ടോ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വന്ന ഡിപ്രഷനെ ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു. പക്ഷെ ചോറ് കഴിച്ചപ്പോഴത്തേക്ക് ആ ഡിപ്രഷൻ വീണ്ടും വന്നു ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇറങ്ങാൻ പോവാ. നെക്സ്റ്റ് വീഡിയോ കാണാം.